നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപ് തോട്ടപ്പള്ളി പൊഴിമുഖത്തെ മണലിലേക്ക് നീരൊഴുക്ക് സുഗമമാക്കാൻ തീരുമാനം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട ചുമതലകൾ വിലയിരുത്താൻ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കടലും കായലും നദികളും പുഴകളും വാണിജ്യ കനാലുകളും ചെറുതോടുകളും കൊണ്ട് സമൃദ്ധമായ ആലപ്പുഴ പാലങ്ങളുടെ കാര്യത്തിലും ഏറെ ശ്രദ്ധയാകർഷിച്ച പ്രദേശമാണ്. ഇവിടെ ഇതാ നഗരമധ്യത്തിൽ വാണിജ്യ കനാലിന് കുറുകെ മറ്റൊരു പാലത്തിന്റെ കൂടി നിർമ്മാണം വേഗത്തിലാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ജാതി അധിക്ഷേപത്തിനും ഐത്തത്തിനുമെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടിയുടെയും കേരള ദളിത് പാന്തേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. SRP സംസ്ഥാന സെക്രട്ടറി പി രാമചന്ദ്ര ബോസ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PDP ആലപ്പുഴ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ പുലയൻവഴി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി TTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയാമൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയ്ക്ക് മുന്നോടിയായി തോട്ടപ്പള്ളി പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കും. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട ചുമതലകൾ വിലയിരുത്തുന്നതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് ഇറിഗേഷൻ വകുപ്പിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. തണ്ണീർമുക്കം, തോട്ടപ്പള്ളി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ യഥാസമയം തുറക്കുന്നതിനും ആവശ്യമുള്ള ഘട്ടത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഓരുമുട്ടുകൾ മഴക്കാലത്തിന് മുന്നോടിയായി നീക്കം ചെയ്യണം. പാലങ്ങളുടെ അടിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനായി മോട്ടോർ പമ്പ് സെറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും മുൻകൂറായി സജ്ജമാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട മുഴുവൻ റോഡുകളും മഴക്കാലത്തിന് മുൻപായി തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സുകൾ, കാലാവധി കഴിഞ്ഞ ബോർഡുകൾ, ബാനറുകൾ, കട്ടൌട്ടുകൾ തുടങ്ങിയവ അടിയന്തരമായി നീക്കം ചെയ്യണം. പ്രകൃതിക്ഷോഭം, കടൽക്ഷോഭം മൂലം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കേണ്ടതും ക്യാമ്പുകൾക്ക് മതിയായ സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് തഹസിൽദാർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതാത് തദ്ദേശ മേഖലയിലുള്ള വില്ലേജ് ഓഫീസർമാർ കണ്ടെത്തിയിട്ടുള്ള ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ വഹിക്കേണ്ടതാണെന്നും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. സപ്ലൈകോ, മാവേലി സ്റ്റോർ, സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മഴക്കാലത്തിന് മുൻപേ ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തു വെക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിനുള്ള പ്രതിരോധ മരുന്നുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേന പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. തകരാറിലായ ട്രാൻസ്ഫോമറുകൾ, വൈദ്യുത ലൈനുകൾ, പോസ്റ്റുകൾ മുതലായവ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് KSEBിക്കും കളക്ടർ നിർദ്ദേശം നൽകി. മഴയ്ക്ക് മുൻപായി പാടശേഖരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പുറംബണ്ടുകൾ ബലപ്പെടുത്തണം. ഹൗസ് ബോട്ടുകൾ അടക്കമുള്ള ജലയാനങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് കർശനമായി പരിശോധിക്കണം. പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ആവശ്യമായ ലൈഫ് ഗാർഡുകളെ നിയമിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സബ് കളക്ടർ സമീർ കിഷൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി, വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഉണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. മൈനർ ഇറിഗേഷൻ വഴിയും LSD വഴിയും തോടുകൾ വൃത്തിയാക്കുക, തടസ്സങ്ങളൊക്കെ മാറ്റുക, അടഞ്ഞിരിക്കുന്ന എക്കലും തടസ്സങ്ങളൊക്കെ മാറ്റുക, മരങ്ങൾ ഉൾപ്പെടെ തടസ്സങ്ങൾ മാറ്റുക എന്നാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങൾ നമുക്ക് വളരെ വ്യാപകമായിട്ട് 83 കിലോമീറ്ററോളം തീരപ്രദേശമുണ്ട്. ഇവിടെയൊക്കെ കടലാക്രമണ രൂക്ഷമായ പല സ്ഥലങ്ങളുണ്ട്. കുന്നപ്പുഴ ഉൾപ്പെടെ, ആറാട്ടുപുഴ, നമ്മുടെ ഒറ്റവശ്ശേരി ഉൾപ്പെടെ പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ അടിയന്തരമായിട്ടുള്ള ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നേരത്തെ മുൻകൂട്ടി തന്നെ ക്രമീകരിച്ച് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നൽകാൻ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മഴക്കാല സമയത്ത് വരുന്ന ഒരു വലിയ വിഷയങ്ങളാണ് നമുക്ക് മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ അതാ ഡിപ്പാർട്ട്മെന്റ് KSEB ഉൾപ്പെടെ അവരുടെ ടച്ചിങ്സ് വെട്ടാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ റോഡ്സ് ആണെങ്കിൽ റോഡിന്റെ സ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെ ക്രോപ്പ് ചെയ്യാനും അത് കടലും കായലും നദികളും പുഴകളും വാണിജ്യ കനാലുകളും ചെറുതോടുകളും കൊണ്ട് സമൃദ്ധമായ ആലപ്പുഴ പാലങ്ങളുടെ കാര്യത്തിലും ഏറെ ശ്രദ്ധയാകർഷിച്ച പ്രദേശമാണ്.
ഇവിടെ ഇതാ നഗരമധ്യത്തിൽ വാണിജ്യ കനാലിന് കുറുകെ മറ്റൊരു പാലത്തിന്റെ കൂടി നിർമ്മാണം വേഗത്തിലാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പാലങ്ങളുടെ നാടായ ആലപ്പുഴയിൽ പുനർനിർമ്മിച്ച മറ്റൊരു പാലം കൂടി എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികാരികൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരള ഇറിഗേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 2024 നവംബറിലാണ് നൂറുകണക്കിന് കാൽനട യാത്രക്കാരും അതിലേറെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരു കരയിൽ നിന്നും മറുകരയെ ആശ്രയിക്കാൻ സഞ്ചരിച്ചിരുന്ന വെള്ളാപ്പള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ആലപ്പുഴ നഗരഹൃദയത്തിലെ പ്രധാന പാലങ്ങളിലൊന്നായ വെള്ളാപ്പള്ളി പാലത്തിന്റെ കൈവരികൾ തകർന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിലാണ് 2024 ഒക്ടോബറിൽ പഴയ പാലം പൊളിച്ചത്. പഴയ പാലം എന്ന് പറയുന്നത് വളരെയേറെ ദുർഘടം പിടിച്ചിട്ടുള്ളൊരു പാലമായിരുന്നു. കാരണം ജനങ്ങൾക്ക് പോകാൻ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ശോചനീയാവസ്ഥ. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലും കാൽനട യാത്രക്കാർക്കായിട്ട് 1.5 മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് ഏകദേശം 7 മീറ്ററോളം നീളമുള്ള ഒരു പാലമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും എന്ന്, അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് വളരെയേറെ പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. സ്ഥലം MLA കൂടിയായ PP ചിത്തരഞ്ജന്റെ ഇടപെടലിൽ പഴയ പാലം പൊളിച്ച് കേവലം 5 മാസക്കാലം ആകുമ്പോഴേക്കും പുതിയ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായ രൂപത്തിലാണുള്ളത്. വീതി കൂടിയ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് മാത്രമാണ് ഇനി നടക്കാനുള്ളത്. നിലവിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗതയിൽ ടാറിംഗ് ജോലികൾ കൂടി തുടർന്നാൽ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ പുനർനിർമ്മിച്ച വെള്ളാപ്പള്ളി പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് അധികൃതരും സാക്ഷ്യപ്പെടുത്തുന്നു. കേവലം 3 മീറ്റർ വീതിയിൽ മാത്രം നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിനെ അപേക്ഷിച്ച് പുതിയ പാലത്തിന്റെ പടിഞ്ഞാറും കിഴക്ക് വശത്തുമായി 1.5 മീറ്ററോളം നടപ്പാതയോടെയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് കാൽനട യാത്രക്കാർക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല പഴയ പാലത്തെ അപേക്ഷിച്ച് നടപ്പാത കൂട്ടാതെ 7.5 മീറ്റർ വീതിയിലാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനായി റോഡ് ഒരുക്കിയിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. നല്ല മനോഹരമായ ഒരു പുതിയ സംരംഭമാണ്, പുതിയ പാലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, പാതയുണ്ട്. നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാണ്. 13.5 മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം. 12ഓളം തൂണുകളാണ് പാലത്തെ ഉറപ്പിച്ചു നിർത്താൻ ഇവിടെ താഴ്ത്തിയിരിക്കുന്നത്. ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന പാലമായതിനാൽ തന്നെ പാലത്തിനടിയിലൂടെ ബോട്ടുകൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം. അത്തരത്തിൽ കനാൽ വാർഡിനെയും CV വാർഡിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ നാട്ടുകാരുടെയും പാലത്തെ ആശ്രയിച്ചിരുന്ന സഞ്ചാരികളുടെയും നിരന്തര അഭ്യർത്ഥന ചെവിക്കൊണ്ട് ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പിന്റെയും കൃത്യമായ ഇടപെടലിൽ ഏകദേശം 2.80 കോടി രൂപ ചെലവിൽ മറ്റൊരു പാലം കൂടി വേഗത്തിൽ പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കാനൊരുങ്ങുകയാണ് അധികാരികൾ. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജാതി അധിക്ഷേപത്തിനും ഐത്തത്തിനുമെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടിയുടെയും കേരള ദളിത് പാന്തേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ SRP സംസ്ഥാന സെക്രട്ടറി P രാമചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു. ജാതി അധിക്ഷേപത്തിനും ഐത്തത്തിനുമെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടിയുടെയും കേരള ദളിത് പാന്തേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി P രാമചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ജീവവായു എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഭരണകർത്താക്കൾ ഭരണം ആരംഭിക്കുന്നത്. അത് MLA ആയാലും MP ആയാലും പഞ്ചായത്ത് മെമ്പർ ആയാലും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നാളുകളേറെയായി ഈ രാജ്യത്ത് വിവിധ തലങ്ങളിലുള്ള ഭരണങ്ങൾ നടക്കുന്നുവെങ്കിലും സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിൽ പോലും ജാതിയുടെ പേരിലുള്ള അയിത്തം തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ട പ്രധാന ന്യൂസ് ജാതി അയിത്തത്തിന്റെ പേരിൽ ജോലി നിഷേധിച്ച യുവാവ് ജോലി രാജിവെച്ചു.
സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി ഷാജിലാൽ ധർണയിൽ അധ്യക്ഷനായി. കേരള ദളിത് പാന്തേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് പന്തളം രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. SRP വനിതാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മാധുരി ശ്രീധർ സ്വാഗതം പറഞ്ഞു. ദിലീപ് കട്ടച്ചിറ, JP കുളക്കട, ഗാർഗിയൻ സുധീരൻ, ബൈജു മാന്നാനം, അനിൽകുമാർ കടക്കൽ എന്നിവർ സംസാരിച്ചു. PDP ആലപ്പുഴ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ പുലയൻവഴി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയാമൻ ഉദ്ഘാടനം ചെയ്തു. PDP ആലപ്പുഴ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ പുലയൻവഴി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന നൽകിയ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തതുവഴി കേന്ദ്ര സർക്കാർ ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനവും നടത്തിയതായി ഗഫൂർ കോയാമൻ അഭിപ്രായപ്പെട്ടു. PDP ആലപ്പുഴ ടൗൺ പ്രസിഡന്റ് ഹാരിസ് കോയാക്കുട്ടി പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ടൗൺ സെക്രട്ടറി താജു ചുങ്കം സ്വാഗതം പറഞ്ഞു. നവാബ്, അൻവർ, യാസർ, ഫൈസൽ, ഷിയാസ്, ഇക്ബാൽ, റഫീഖ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ സംബന്ധിച്ചു. വഞ്ചന തിരിച്ചറിയുക, അവകാശ സംരക്ഷണത്തിനായി നിയമസമര പോരാട്ടങ്ങളിൽ അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിൽ സംഘടിപ്പിച്ച സമരം പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വിമൽ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. വഞ്ചന തിരിച്ചറിയുക, അവകാശ സംരക്ഷണത്തിനായി നിയമസമര പോരാട്ടങ്ങളിൽ അണിനിരക്കുക എന്ന മുദ്രാവാക്യമുയർത്തി KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിൽ സംഘടിപ്പിച്ച സമരം പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വിമൽ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. ബോർഡിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ആണ് ഇപ്രാവശ്യം ബോർഡ് ഓർഡറായിട്ടല്ല, ഒരു പെൻഷൻ ഒരു ഓഫീസ് ഓർഡറായിട്ട് ഒരു DADRന്റെ ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ്. ബോർഡിന്റെ ചരിത്രത്തിൽ ബോർഡ് വന്നതിന് ശേഷം 58 ശേഷം ഇന്ന് വരെ എങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 7/24 ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു. അതും ഇതേപോലെ ഒരു ഓഫീസ് ഓർഡർ ആയിരുന്നു. അത് ചെയർമാന്റെ ഓഫീസ് ഓർഡറായിരുന്നു. ചെയർമാൻ ഇറക്കിയ ഒരു ഓഫീസ് ഓർഡർ. അതിനകത്തും DA പ്രഖ്യാപിച്ചിട്ട് അതിന്റെ അരിയർ 10 തവണകളായിട്ട് തരും എന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യം ഇറങ്ങിയ ഓർഡറിനകത്ത് അത് ഫിനാൻസ് മെമ്പറിന്റെ ഓഫീസ് ഓർഡറായിട്ടാണ് ഇറങ്ങിയത്. ആ ഓർഡറിനകത്ത് അരിയറിന്റെ കാര്യം പറയുന്നേയില്ല. ഇത് സർക്കാരിന്റെ ഓർഡർ, സർക്കാരിലെ ഒരു മാസം മുമ്പ് ഇറങ്ങിയതിനുള്ള ഓർഡറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇറങ്ങിയ പെൻഷനേഴ്സ് കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് TM ഗോപി സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മയുടെ ജില്ലാ സെക്രട്ടറി K വിജയൻ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി, സെക്രട്ടറി MK ആനന്ദൻ, സംസ്ഥാന സമിതി അംഗം KK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KN ബാലഗോപാൽ, PJ ആന്റണി, PG ശ്രീകുമാർ, K ജലീൽ എന്നിവർ നേതൃത്വം നൽകി. പെൻഷൻകാരുടെ DA മുൻകാല പ്രാബല്യം നിലനിർത്തുക, സറണ്ടർ ഗ്രാറ്റുവിറ്റി പിടിച്ചുപറി അവസാനിപ്പിക്കുക, സർക്കാരിന്റെ ഗൂഢാലോചന അവസാനിപ്പിക്കുക, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കാനുള്ള നടപടി അവസാനിപ്പിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, 8 മാസം മുൻപ് അനുവദിച്ച കുടിശ്ശിക ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ സമരത്തിൽ പെൻഷനേഴ്സ് കൂട്ടായ്മ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപ് തോട്ടപ്പള്ളി പൊഴിമുഖത്തെ മണൽ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ തീരുമാനം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട ചുമതലകൾ വിലയിരുത്താൻ കലക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കടലും കായലും നദികളും പുഴകളും വാണിജ്യ കനാലുകളും ചെറുതോടുകളും കൊണ്ട് സമൃദ്ധമായ ആലപ്പുഴ പാലങ്ങളുടെ കാര്യത്തിലും ഏറെ ശ്രദ്ധയാകർഷിച്ച പ്രദേശമാണ്. ഇവിടെ ഇതാ നഗരമധ്യത്തിൽ വാണിജ്യ കനാലിന് കുറുകെ മറ്റൊരു പാലത്തിന്റെ കൂടി നിർമ്മാണം വേഗത്തിലാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ജാതി അധിക്ഷേപത്തിനും ഐത്തത്തിനുമെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടിയുടെയും കേരള ദളിത് പാന്തേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. SRP സംസ്ഥാന സെക്രട്ടറി P രാമചന്ദ്ര ബോസ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PDP ആലപ്പുഴ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ പുലയൻവഴി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയാമൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.